നമ്മളെ കളരിപ്പടിയുടെ ഭാഗത്തുള്ള സർവീസ് റോഡാണിത്. സർവീസ് റോഡിൻ്റെ വീതി മിനിമം എത്രയാണെന്ന് അറിയുമ്പോൾ 7 മീറ്ററാണ്. അപ്പം ഈ സർവീസ് റോഡിന് 7 മീറ്റർ വീതി ഇല്ല എന്ന് 7 മീറ്റർ പോയിട്ട് 3 മീറ്റർ ഉണ്ടോയെന്ന് സംശയമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സർവീസ് റോഡ് പുതിയ എൻഎച്ച് അതോറിറ്റിയൊക്കെ പറയുന്നത് അതായത് 1 വേ അല്ല 2 വേ ആണ്. ഇരു സൈഡിലും വാഹനങ്ങൾക്ക് പോകാനുള്ളൊരു പ്രദേശമാണ് സർവീസ് റോഡ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് സർവീസ് റോഡിൻ്റെ വീതി ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കാം. നോക്കിയത് എത്ര ബുദ്ധിമുട്ട് കഷ്ടപ്പെടേണ്ട. ഈ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വണ്ടി തട്ടിയതേണ്ട. കാരണം ഒരു വണ്ടിക്ക് പോകുമ്പോൾ അതിൻ്റെ ക്രാഷ് ബാരിയർ തട്ടും. പിന്നെ ഒരു യാത്രക്കാരന് പോലും നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഒരു വാഹനം സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഒരു കാൽനട യാത്രക്കാരന് ഇതിൽ നടന്നു പോകാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നിങ്ങളെന്താകണം, ഈ പരമാവധി വീഡിയോ ഷെയർ ചെയ്യണം. പലതവണ നമ്മൾ ഈ വീഡിയോ എടുത്തതാണ്, മറ്റൊന്നല്ല. പലതവണ നമ്മൾ ഈ റോഡിൻ്റെ ഈ ഒരവസ്ഥ ഇതിനകത്ത് കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇവിടെ ഉണ്ടോ നിങ്ങൾ, ഇതൊക്കെ പിന്നെ വ്യക്തികളുടെ സ്ഥലമാണ്. അപ്പോൾ സത്യത്തിൽ ഈ മതിലിനോട് പോലും ഈ ഒരു കാണുന്ന മതിലുണ്ട്, ഈ മതിലിനോട് വരെ അറ്റ്ലീസ്റ്റ് സർവീസ് റോഡ് എത്തേണ്ടതാണ്. സർവീസ് റോഡ് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. അധികാരികളുടെ ഈ ഒരു അനാസ്ഥക്കെതിരെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ പോക്കറ്റിലേക്ക് പോകാനാണോ നമ്മൾ 6 വരി പാത ചിലയിടങ്ങളൊക്കെ യാഥാർത്ഥ്യമായത് ന്യായമായി നമ്മൾ സംശയിച്ചു പോകണം. എന്നാലും നമുക്കതിൻ്റെ അളന്ന് നോക്കാം. 1 മീറ്റർ നീളമുള്ള ഒരു വടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ട, ഇത് 1 മീറ്റർ നീളമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാണിക്കാണ്. 1 2 3 4 മീറ്റർ ആകുമ്പോൾ, സത്യം പറയാൻ 4 മീറ്റർ ആകുമ്പോൾ ഇവിടെ എത്തുന്നേ ഉള്ളൂ. നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ ഈ ഒരു സർവീസ് റോഡ് 4 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തുന്നേ ഉള്ളൂ. 4 1 5 മീറ്റർ 6 മീറ്റർ 7 മീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ അടുത്ത് ഇവിടെയാണ് എത്തുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമാണ്, കളരിപ്പടി ഈ ഒരു പ്രദേശത്താണ് ഇത്രയും റോഡ് ചുരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം.